ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. അപ്പോൾ ഗാസയിൽ ഇനി സൈനിക നടപടി ഉണ്ടാകുമോ? എന്തായിരിക്കും ഇനി ഗാസയിൽ സംഭവിക്കുക? ഈ ഗാസ ഏറ്റെടുക്കുന്നതിന് പ്രത്യേകിച്ച് അവിടുത്തെ ക്യാബിനറ്റിന്റെ അംഗീകാരം വേണ്ട കാര്യമില്ലല്ലോ. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഈ പൂർണ്ണമായും ഗാസയെ കീഴടക്കി, പൂർണ്ണമായും ഹമാസിനെ ഇല്ലാതാക്കി, പൂർണ്ണമായും ബന്ദികളെ മോചിപ്പിക്കുമെന്നാണല്ലോ. ഇത് ഇത്രയും 22 മാസത്തിന് ശേഷം വീണ്ടും എന്തുകൊണ്ടാണ് ഹമാസിനെ ഇല്ലാതാക്കി ഈ ഗാസ ഏറ്റെടുക്കും എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? ഗാസ ഏതാണ്ട് പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലാണല്ലോ. ഗാസ എന്ന് പറയുന്ന ഭൂപ്രദേശമേ ഉള്ളൂ. ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് കെട്ടിടങ്ങളില്ല, ആശുപത്രികളില്ല, സ്കൂളില്ല, വൈദ്യുതി നിലയങ്ങളില്ല, ശുദ്ധജലമില്ല. ഇതൊന്നുമില്ലാത്ത തരത്തിലേക്ക് കുറച്ച് ജീവിച്ചിരിക്കുന്ന ജീവച്ഛവങ്ങളായിട്ടുള്ള കുറെ ആളുകൾ മാത്രമുള്ള സ്ഥലത്ത് എന്ത് ഏറ്റെടുക്കാനാണ്? അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് എന്ത് ചെയ്യാനാണ്? ഇവരുടെ ലക്ഷ്യം ഇത്രയും ഉള്ളൂ. അതായത് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ പദ്ധതി, ഈ സയനിസ്റ്റ് പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അദ്ദേഹം ആസൂത്രണം ചെയ്യുന്നത്. വീണ്ടും അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ കീഴടക്കുക, വെസ്റ്റ് ബാങ്ക് കീഴടക്കുക, ഈ ഗാസ പ്രദേശം കീഴടക്കുക, സിനായ് പ്രദേശം കീഴടക്കുക, ഗോലാൻ ഹൈറ്റ്സ് കീഴടക്കുക, ലെബനന്റെ തെക്കൻ ഭാഗം കീഴടക്കുക, ഇങ്ങനെയുള്ള എല്ലാ പ്രദേശങ്ങളും കീഴടക്കിക്കൊണ്ട് വിശാല ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കുക എന്ന് പറയുന്ന സയനിസ്റ്റ് കാഴ്ചപ്പാടാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അത് ഒരു കാരണവശാലും നടക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. കാരണം അദ്ദേഹം 2 ലക്ഷ്യങ്ങളാണ് പറഞ്ഞത് യുദ്ധം തുടങ്ങിയ സന്ദർഭത്തിൽ. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കും, ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കും. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല, ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇതിനെതിരായിട്ട്, അതായത് ഇങ്ങനൊരു പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഇസ്രായേലിലെ ജനങ്ങൾ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണത്തിനെതിരായി അതിശക്തമായ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതല്ല വേണ്ടത്, അവശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുക എന്ന് പറയുന്നതിലേക്കാണ് ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്തിനാ ഇനി ആക്രമണം? ആർക്കെതിരെയാണ് ആക്രമണം? നിരപരാധികളായിട്ടുള്ള ആൾക്കാർക്കെതിരെ ആക്രമണം നടത്തുന്നത് ഒരു കലയായി വികസിപ്പിച്ച രാജ്യമാണ്, ടെററിസ്റ്റ് രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള കാര്യമല്ലേ? വംശഹത്യയല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? വംശഹത്യയാണ് എന്ന് ലോകത്താരാ ഇനി പറയാനുള്ളത്? ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൗൺസിൽ പറഞ്ഞു, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് പറഞ്ഞു, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞു, ആംനസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞു, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറഞ്ഞു. ആരാ പറയാത്തത്? അപ്പൊ ലോകത്തിലെ രാജ്യങ്ങളും പ്രധാനപ്പെട്ട അന്തർദേശീയ സംഘടനകളും വംശഹത്യയാണ് നടക്കുന്നത്, അതൊരു രാഷ്ട്ര ഭീകരതയാണ് എന്ന് ലോകത്തോട്ട് എല്ലാവരും പറയുകയും, അതുകൊണ്ട് ഈ പറയുന്ന തരത്തിൽ ഇങ്ങനെ ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, ഇതിങ്ങനെ തുടർന്നാൽ, ഈ വംശഹത്യ തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പാലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുമെന്ന് കാനഡ പറഞ്ഞു, പാലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുമെന്ന് ഫ്രാൻസ് പറഞ്ഞു, പാലസ്തീൻ രാജ്യത്തെ അംഗീകരിക്കുമെന്ന് ബ്രിട്ടൻ പറഞ്ഞു. അപ്പൊ ആ തരത്തിൽ ഓസ്ട്രേലിയ പറയുന്നു. അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ഇപ്പോ ഈ പറഞ്ഞ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നടപടിക്ക് അവരുടെ ശത്രുത, അവരുടെ എതിർപ്പിന്റെ ഫലമായിട്ട് ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുമെന്നുള്ള നിലപാടുമായിട്ട് രംഗത്ത് വന്നു എന്ന് പറഞ്ഞാൽ, അന്തർദേശീയ തലത്തിൽ ഈ നടക്കുന്ന ഈ ക്രൂരമായ മനുഷ്യ വംശഹത്യക്കെതിരായിട്ട് അന്തർദേശീയ സമൂഹം ഇപ്പോൾ വളരെയധികം ജാഗ്രതയോടെ ഉയർന്നു വരുന്ന കാഴ്ചയാണ് ഉള്ളത്. അതിന്റെ സന്ദർഭത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞ തരത്തിൽ വീണ്ടും ഈ ഗാസയ്ക്കെതിരായി ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ അമേരിക്കയ്ക്ക് പോലും ഒരുപക്ഷെ സഹായം. അമേരിക്ക എന്ത് ചെയ്യും? കാരണം ഈ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത ഒരു പ്രസിഡന്റാണ് അദ്ദേഹം. ഈ ജെഫ്രി സാക്സ് ഒക്കെ പറയും അൺസ്റ്റേബിൾ ആണെന്ന് പറയുന്നത്, അൺപ്രഡിക്റ്റബിൾ എന്നല്ല, അൺസ്റ്റേബിൾ, ഈ സ്ഥിരതയില്ലാത്ത, ബുദ്ധിസ്ഥിരത എന്നൊക്കെ നമ്മൾ വാസ്തവത്തിൽ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. അങ്ങനെയുള്ള അൺസ്റ്റേബിൾ പ്രസിഡന്റ് എന്നാണ് ജെഫ്രി സാക്സ് പരസ്യമായി ഈ ഡൊണാൾഡ് ട്രംപിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ആള് ചിലപ്പം പിന്തുണയ്ക്കാൻ വന്നിരിക്കും. അല്ലാതെ ലോക സമൂഹത്തിന്റെ പിന്തുണ ഈ ഗാസ പ്രദേശത്തെ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാവത്തില്ല എന്നുള്ളത് വളരെ നമുക്ക് വ്യക്തമാക്കുന്ന കാരണമാണ്. അതിന്റെ പേരിൽ ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ ഇപ്പൊ എന്തോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് എന്ന് പറയുന്ന ഒരു തലതിരിഞ്ഞ സംഘടന ഉണ്ടാക്കിയിട്ട്, അതായത് ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ എന്നാണ് പേര്, പക്ഷേ ഇൻഹ്യൂമൻ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അവിടെ ഭക്ഷണ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സംഘടനയാണെന്നാണ് പറയുന്നത്, അമേരിക്ക ഇസ്രായേലും ചേർന്നിട്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഭക്ഷണത്തിന് വേണ്ടി വന്നു നിൽക്കുന്ന ആളുകളെ തോക്കിന് വെടിവെച്ച് കൊല്ലുന്ന ഇൻഹ്യൂമൻ ആയിട്ടുള്ള നടപടി ചെയ്യുന്ന ഈ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ടാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇങ്ങനെ നിരന്തരമായി കൊന്നുകൊണ്ടിരിക്കുന്നതിന് പുറമെ ഇനി എന്താണ് ഗാസയിൽ ഇസ്രായേലിന് ചെയ്യാൻ കഴിയുന്നത്? അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് മറ്റെന്തോ ലക്ഷ്യം, അതായത് അദ്ദേഹത്തിന് അധികാരം നിലനിർത്താനും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും വേണ്ടിയിട്ടുള്ള മറ്റെന്തോ പദ്ധതിയായിട്ട് വേണം ഇതിനെ കാണേണ്ടത്. ഈ ഹമാസിനെ നശിപ്പിക്കുന്നതിനായി ഗാസ മുനമ്പിന്റെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കുകയും ഒടുവിൽ ഭരണം സുഹൃദ് രാജ്യങ്ങളായ അറബ് രാജ്യങ്ങൾക്ക് കൈമാറുകയും ചെയ്യുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഇതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ?
അല്ല, ഈ പദ്ധതിയെ ഈ രാജ്യങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ലല്ലോ. അറബ് രാജ്യങ്ങൾക്കൊന്നും ഇത് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയല്ല. ഇത് ഏറ്റെടുത്തുകൊണ്ട് ഈ സൗഹൃദ രാജ്യങ്ങൾക്കെതിരെ ഇത് ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പറയുന്ന പദ്ധതിയോട് അംഗീകരിക്കാനേ ഈ രാജ്യങ്ങൾക്കൊന്നും കഴിയത്തില്ല. അവർ അത്തരമൊരു തീക്കളിക്ക് മുതിരാൻ യാതൊരുവിധ സാധ്യതയുമില്ല. ഇതൊക്കെ ഇങ്ങനെ ഈ നെതന്യാഹുവിന്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് ഇതിന് പ്രായോഗികതയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഗാസയിൽ ഇപ്പോൾ ട്രംപിന്റെ നിലപാട് എന്താണ്? അദ്ദേഹത്തിന് ഇപ്പോൾ ഗാസയിൽ താല്പര്യമില്ലേ? കാരണം നിലവിൽ ഗാസയെക്കുറിച്ചൊന്നും ട്രംപ് പറയാറില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, ഗാസ വിഷയം ഇപ്പോൾ എടുക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. അദ്ദേഹം ഈ ചുങ്ക യുദ്ധത്തിലാണ്. ഓരോ രാജ്യങ്ങൾക്കെതിരെ ചുങ്കം എങ്ങനെ ഏർപ്പെടുത്താം, എന്തെല്ലാം തരത്തിൽ ഏർപ്പെടുത്താം എന്നുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. നമുക്കറിയാമല്ലോ, ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ചുങ്കം ഏർപ്പെടുത്താൻ തുടങ്ങിയതിൻ്റെ റീസൺ അദ്ദേഹം തന്നെ പറഞ്ഞത്, ഓരോ രാജ്യങ്ങളും അമേരിക്കയിലേക്ക് ഈ ചുങ്കമില്ലാതെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു, എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ആ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അവർ വലിയ ചുങ്കം ഈടാക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രതികാര ചുങ്കം അല്ലെങ്കിൽ റിട്ടാലിയേറ്ററി താരിഫ് എന്ന് പറയുന്ന തരത്തിലാണ് ഞങ്ങൾ താരിഫ് ഏർപ്പെടുത്തുന്നത്. അത് അമേരിക്കയുടെ സ്വാതന്ത്ര്യമാണ്, അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റാഷണാലിറ്റി ആൾക്കാർ ചോദ്യം ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ അതിനകത്ത് പ്രശ്നമില്ല. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കാനഡയ്ക്കെതിരെ എന്താണ് ചുങ്കം ഏർപ്പെടുത്തുന്നു. എന്തിന്റെ പേരിലാണ്? കാനഡ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി എന്ന പേരില്ല. കാനഡ പറഞ്ഞു, ഞങ്ങൾ പാലസ്തീനെ അംഗീകരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പാലസ്തീനെ അംഗീകരിച്ചാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ ചുങ്കം ഏർപ്പെടുത്തും. ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റായിരുന്ന ജെയർ ബൊൾസനാരോ എന്ന് പറയുന്നയാൾ തെരഞ്ഞെടുപ്പ് അതിക്രമം നടത്തിയതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിനെതിരെ കേസുകൾ ഏർപ്പെടുത്തി അദ്ദേഹത്തെ വിചാരണ ശ്രമിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ബൊൾസനാരോക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ പ്രതികാര ചുങ്കം 50% ചുങ്കം ഞാൻ ഏർപ്പെടുത്താൻ പോവുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നു എന്നുള്ള പേരിൽ ഇന്ത്യക്കെതിരെ ചുങ്കം ഏർപ്പെടുത്താൻ പോവാണ്. ബ്രിക്സ് എന്ന് പറയുന്ന സംഘടനയിൽ അംഗമാകുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ ചുങ്കം ഏർപ്പെടുത്താൻ പോകുന്നു. ഇതെന്ന് പറയുന്നത് വ്യാപാരവുമായിട്ട് എന്ത് ബന്ധം? വ്യാപാരവുമായിട്ട് ബന്ധമില്ല ഇതിനൊന്നും. അപ്പൊ ഇങ്ങനെ, അതായത് എന്തെങ്കിലുമൊക്കെ തൊടിന്യായം പറഞ്ഞുകൊണ്ട് ഈ രാജ്യങ്ങളെയൊക്കെ ഏതെല്ലാം തരത്തിൽ ശിക്ഷിക്കാമോ ആ തരത്തിൽ ശിക്ഷിക്കാനുള്ള ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് അദ്ദേഹം പോകുന്നത്. അത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമേരിക്കൻ സാമ്രാജ്യത്വ താല്പര്യങ്ങളാണ്. അതില്ലെങ്കിൽ അദ്ദേഹം പറയത്തില്ലല്ലോ, പനാമ എന്ന് പറയുന്ന രാജ്യത്തെ ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ്, ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ഐലൻഡിനെ ഞാൻ നെതർലൻഡ്സിന്റെ കീഴിലുള്ള പ്രദേശം ഞാൻ ഏറ്റെടുക്കാൻ പോവുകയാണ്, അതുപോലെ തന്നെ കാനഡയെ ഞങ്ങൾ 51ാമത്തെ സംസ്ഥാനമാക്കാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെ പറയാൻ എന്ത് അവകാശമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് എന്ന് പറഞ്ഞാൽ? അങ്ങനെ പറയുന്നതിന്റെ കാര്യം, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു സാമ്രാജ്യ അധിപതി, ഇത് ഞങ്ങളുടെ അമേരിക്കയുടെ എംപയറാണ്, ഞാൻ അതിന്റെ അധിപതിയാണ്, എംപററാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ചിന്താഗതി, തലതിരിഞ്ഞ ചിന്താഗതി, സാമ്രാജ്യത്വ ചിന്താഗതി അമേരിക്കൻ ഭരണകൂടത്തിന് ചരിത്രപരമായിട്ടുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ലോകം തന്നെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഞാൻ ഈ ഗാസ ഏറ്റെടുത്തുകൊണ്ട് റിവിയറ ഒരു വിനോദ വിശ്രമ കേന്ദ്രമായിട്ട് ഞാനതിനെ ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതിനകത്ത് അദ്ദേഹം മാറ്റമില്ല. കാരണം ഇസ്രായേലിനെ ഇത്രയധികം പിന്തുണയ്ക്കുന്ന വേറൊരു രാജ്യമില്ല, ഇസ്രായേലിനെ ഏറ്റവും അധികം പിന്തുണച്ചുള്ള വേറൊരു ഭരണാധികാരിയുമില്ല ട്രംപ് അല്ലാതെ. അപ്പൊ അത് നമ്മൾ വസ്തുതയാണ്. ട്രംപ് അതുകൊണ്ട് ഇപ്പൊ മിണ്ടാതിരിക്കുന്നതിന്റെ കാര്യം, ട്രംപിന് ഇപ്പൊ സമയമില്ല ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാനായിട്ട്, ചുങ്ക കാര്യങ്ങളിൽ വ്യാപൃതനായിട്ടിരിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ ഈ നെതന്യാഹു മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികളെ ഒന്നും എതിർക്കാൻ അമേരിക്കയിലെ ഒരു പ്രസിഡന്റിനും കഴിയത്തില്ല. കാരണം അമേരിക്കയുടെ നയങ്ങളെ, ഇസ്രായേലുമായി ബന്ധപ്പെട്ട നയങ്ങളെ തീരുമാനിക്കുന്ന അമേരിക്കൻ ജൂയിഷ് ലോബിയാണ്, യഹൂദ ലോബിയാണ്. ആ ലോബിയെ പിണക്കിക്കൊണ്ട് ഒരു ഭരണാധികാരിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നെതന്യാഹു എന്ത് മുന്നോട്ട് വയ്ക്കുന്നോ അതിന് അംഗീകാരം ലഭിക്കുന്ന സാഹചര്യമാണ് ഇന്ന് അമേരിക്കയിലുള്ളത്.